ഹലോ, എൻ്റെ പേര് സൗമ്യ. അപ്പം നമ്മൾ എല്ലാവരും റീസെൻ്റ്ലി ഒരു സെലിബ്രിറ്റിയുടെ ഡെത്തിനെ കുറിച്ച് കേട്ടിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മൾ സാഡായി കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? നമുക്ക് ആദ്യമേ ഐ ഹാവ് നത്തിങ് ടു ലുക്ക് ഫോർവേഡ് ടു, അല്ലെങ്കിൽ ഐ ഹാവ് നോ ഐഡിയ വാട്ട്സ് റോങ്. ഇനി അതും അല്ലെങ്കിൽ ഐ ഫീൽ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആൻഡ് ഐ എം ബിയോണ്ട് റിപ്പയർ. ഇനി അതും അല്ലെങ്കിലോ വി ഫീൽ സോ ലോസ്റ്റ് ആൻഡ് വി ജസ്റ്റ് ഗീവ് അപ്പ് ഹോപ്പ്. കുറേ അങ്ങോട്ട് സാഡായി കഴിയുമ്പോൾ അപ്പം എല്ലാവർക്കും തന്നെ സ്കൂളിലോ കോളേജിലോ ഇല്ല ജോലി തേടുമ്പോഴോ അല്ലെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞ് ആ ഒരു ഓഫീസിൽ പോകുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്സ് ബ്രേക്കപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ ഫാമിലീൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഈ നാട്ടുകാരും സൊസൈറ്റിയും റിലേറ്റീവ്സിൻ്റെയും ഒക്കെ കയ്യിൽ നിന്ന് കുറേ അങ്ങോട്ട് നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നാവുന്നൊരു വികാരമാണത്. അപ്പം ഞാനിങ്ങനെ ഐ വാസ് ഇൻ എ റിയലി ബാഡ് സിറ്റുവേഷൻ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ബാഡ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, why can't I be the person? If I feel bad, that's because I am thinking very low about myself. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്തുകൂടാ ടു ബി എ പേഴ്സൺ ടു മോട്ടിവേറ്റ് അസ്. ആസ് ഇൻ എന്താ പറയുക, ഇപ്പം നമുക്ക് സങ്കടമുണ്ട്, ഈ എല്ലാവരോടും പോയി നമുക്ക് എപ്പോഴും ഇത് പറയാൻ പറ്റില്ല. എനിക്ക് വിഷമമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ചിലർ ചുമ്മാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, അല്ലെങ്കിൽ ചിലർ പറയും ഇറ്റ്സ് ഓക്കെ, അതിലൊന്നും വലിയ കാര്യമില്ല, സാരില്ല, മൂവ് ഫോർവേഡ്, വിട്ടുകളാണ്. അപ്പം ചിലർക്ക് നമ്മൾ ചില സമയത്ത് ജസ്റ്റ് ഒരു സ്മൈൽ ചെയ്താൽ മതി, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല. ഇനി അതേ സമയത്ത് ചിലർ നമ്മുടെ കൂടെ വന്നിരിക്കും. ഓക്കെ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്റർ, ബ്രദർ, ആരോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം അവർക്ക് എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എത്രത്തോളം നമ്മുടെ സങ്കടം പറയുന്നോ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നില്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരും കളഞ്ഞിട്ട് പോകും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ട്രെയിൻ ചെയ്തുകൂടാ ടു ഹാവ് ടു ബി എ മോട്ടിവേറ്റർ, ടു ബി മൈ സെൽഫ്. ഇപ്പോൾ ഞാനാണെങ്കിൽ എന്താ പറയുക, ഐ നോ ദാറ്റ് ഐ എം ഇൻ എ വെരി ബിഗ് മെസ്. അപ്പോൾ വേറൊരാൾ വന്ന് എന്നെ സുഖപ്പെടുത്തുന്നതിലും അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കുന്നതിലും ഞാൻ ആലോചിച്ചു, എനിക്കെന്തുകൊണ്ട് ആ ഒരു ഫേസ് മാറ്റിക്കൂടാ. എനിക്കറിയാം എനിക്ക് ഭയങ്കര സാഡ്നെസ് ആണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഞാൻ എൻ്റെ ആ ഒരു വിഷമത്തിന് വേണ്ടിയിട്ട് ഐ വിൽ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്. ഈ പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വേൾഡിനെ നോക്കിയിട്ട് ഐ വിൽ ജസ്റ്റ് സ്ലോ ഡൗൺ. ഐ വിൽ ടേക്ക് ദ എൻറ്റയർ ടൈം ടു ജസ്റ്റ് ടു ഹീൽ മൈ സെൽഫ്. അപ്പം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. കാരണം ഇൻ ദി എൻഡ് വി ആർ അലോൺ അല്ലേ. എപ്പോഴും എല്ലാവർക്കും നമ്മുടെ കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു നല്ലൊരു കാര്യം ചെയ്തു തരാനോ എപ്പോഴും പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ എനിക്കിഷ്ടം എഴുതുന്നതാണ്, അല്ലെങ്കിൽ വരയ്ക്കുന്നതാണ്, ക്രിയേറ്റീവായിട്ട് സ്റ്റഫ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കും കാണും നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്ടങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഈ ഒരു തിരക്കിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ചെയ്യാൻ വിട്ടുപോയ കുറേ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു കാര്യത്തെ നമ്മൾ എടുത്തിട്ട് അങ്ങനെ ഡൈവേർട്ട് ചെയ്യുക. ഞാൻ പറയുന്നില്ല ഇറ്റ്സ് ഈസി, ഇറ്റ്സ് വെരി ടഫ് ടു കം ഔട്ട് ഓഫ് സച്ച് സിറ്റുവേഷൻസ്. ഓക്കെ, പക്ഷേ ഇഫ് യു ട്രൈ യു ക്യാൻ, ബിക്കോസ് ഈച്ച് വൺ ഓഫ് ഇസ് എ ഫൈറ്റർ. ഇപ്പം സ്യൂസൈഡൽ തോട്ട്സ് ഒക്കെ വരും, പക്ഷെ അതിനേക്കാളും അല്ല, നമ്മളിതൊക്കെ സർവൈവ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, വാ ഐ സർവൈവ്ഡ് ഇറ്റ്. എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, അങ്ങനെ ഒരു തോട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാൻ നമ്മൾ ജീവിച്ചിരിക്കണം. ഓക്കെ, സംടൈംസ് വി ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ്, ടു ബി ഓണസ്റ്റ്. ആർക്കും ചില സമയത്ത് നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. അതിപ്പോൾ എത്ര വലിയ നമ്മളെ അടുപ്പക്കാരാണെങ്കിലും, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും, നമ്മുടെ അച്ഛൻ, അമ്മ, സിബ്ലിങ്സ്, നമ്മുടെ പാർട്ട്നേഴ്സ്, ആരാന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ തന്നെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, യു വാണ്ട് ക്രൈ ഇറ്റ് ഔട്ട്. യു വാണ്ട് ഡു സംതിങ്, യു വാണ്ട് സ്ക്രീം. ആരും ഒന്നും പറയില്ല, ആരും ഒന്നും ചെയ്യില്ല. കാരണം നമ്മളിതൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നാണ്ടല്ലോ, നമ്മളിത് സർവൈവ് ചെയ്യുമ്പോൾ
ഇൻ ദി എൻഡ് യു ക്യാൻ സേ ഞാൻ തനിച്ചാണ് നിന്നത്, ഞാൻ തനിച്ച് തന്നെ വെളിയിലേക്ക് വന്നു എന്ന്. പിന്നെ ടു സർവൈവ് വി ഹാവ് ടു ബി സെൽഫിഷ്. കാരണം നമ്മളെല്ലാവരെയും ഇങ്ങനെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മോസ്റ്റ് ഓഫ് അസ് ഫൊർഗെറ്റ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്സ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, എനിക്കറിയാവുന്ന കുറേ പേരും ഇപ്പം ഞാനാണെങ്കിലും എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത്. എല്ലാവരെയും ഹാപ്പി ആക്കണം, എല്ലാവർക്കും വേണ്ടി നിൽക്കണം, കാരണം നമുക്കൊരു അത്യാവശ്യം വരും നമുക്ക് വേണ്ടി നിൽക്കും, നമ്മുടെ സങ്കടങ്ങളിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. പക്ഷേ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, അത് വെറും വിചാരങ്ങളായിരുന്നു. ആകെ എനിക്കുണ്ടായിരുന്നത് ഞാൻ മാത്രം. അപ്പം ഞാൻ കരുതി ഓക്കെ, ഇറ്റ്സ് ടൈം ദറ്റ് വി ബിക്കം സെൽഫിഷ്. നമ്മൾ നമുക്കായിട്ട് സമയം കണ്ടെത്തുക, നമ്മുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുക, നമുക്ക് റിക്കവർ ചെയ്യാൻ എന്തൊക്കെ വേണോ അതൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തി ചെയ്യുക. അപ്പം എല്ലാവരും നമ്മളെ മനസ്സിലാക്കില്ല, ദാറ്റ്സ് ഫോർ ഷുവർ, 100% ഷുവറാണ്. എനിക്കിപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കാണും, പക്ഷെ ആ ബെസ്റ്റ് ഫ്രണ്ടിനും എന്നെ എപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം ഞാനെന്താ ചെയ്യേണ്ടേ? എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്ക് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഞാൻ എഴുതും. എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ എഴുതി തീർക്കുമ്പോൾ ഐ ഫീൽ റിലാക്സ്ഡ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഹോബി, കുറേ പേര് വന്ന് ഇങ്ങനെ പറയും, എനിക്കറിയാം ഈ പറയുന്നതൊക്കെ ഭയങ്കര ഈസിയാണ്, ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന്. പക്ഷേ എന്നാൽ കൂടെ ട്രൈ ഇറ്റ്. ഒത്തിരി നമ്മൾ ശ്രമിക്കുമ്പോൾ ഉണ്ടല്ലോ, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദർ വിൽ ബി ദറ്റ് പീസ് ഓഫ് മൈൻഡ്. ഞാനാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ആരെങ്കിലും വന്ന് എന്നോട് നീ ഉറങ്ങിക്കോ, ഇപ്പം നീ ഒത്തിരി ടയേർഡല്ലേ, നീ ഉറങ്ങിക്കോ, നീ എഴുന്നേൽക്കുമ്പോൾ ഞാനിവിടെ കാണും, അപ്പം ഞാൻ നിന്നോട് സംസാരിക്കാം, നിൻ്റെ വിഷമങ്ങൾ നീ എന്നോട് പറയും. അങ്ങനെ പറയണമെന്ന് വിചാരിച്ച ഒത്തിരി സമയങ്ങളുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കോളേജിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ചാപ്പലിൽ പോയിരിക്കുമായിരുന്നു. ഞാൻ ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് എന്ത് വിഷമം വരുമ്പോഴും ഓക്കെ, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാപ്പലിൽ പോയിരിക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ കരയും. ഞാൻ പ്രാർത്ഥിക്കുമല്ല, ഇറ്റ്സ് ലൈക്ക് എ കമ്മ്യൂണിക്കേഷൻ ടു ഗോഡ്. സിൻസ് യു ഡോണ്ട് ഹാവ് എനിബഡി ടു എക്സ്പ്രസ് യുവർ ഫീലിങ്സ് ആൻഡ് ടു ടോക്ക് ടു, ദിസ് ഇസ് ദ ഓൺലി വേ യു ക്യാൻ ഡു. അപ്പം ഞാനിങ്ങനെ പോയി പ്രാർത്ഥിച്ചും കരഞ്ഞും സംസാരിച്ചും ഒക്കെ കഴിഞ്ഞ് ഞാൻ വരും വെളിയിലോട്ട്. ഞാനാണെങ്കിൽ നല്ല അടിപൊളി എനർജറ്റിക് ആയിട്ട് തിരിച്ചിങ്ങനെ വരും. കാരണം നമുക്കറിയാം ആരോ ഒരാൾ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് എ റിപ്ലൈ. പക്ഷെ ടു ബി ഓണസ്റ്റ് വിത്ത് യു ഗൈസ്, ഞാൻ പ്രാർത്ഥിച്ചതും ഞാൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച സമയത്തല്ല, അതിൻ്റേതായ കറക്റ്റ് ടൈമിൽ അത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ഞാനൊരു കാര്യം പറയാം, എന്താണെന്നറിയോ, you are the most beautiful and kind person, and if the people around you cannot handle you, that means it's their loss, it's not yours. നമ്മുടെയൊക്കെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ we think we are worthless and we have a very low self esteem. അതാണ് തോന്നുന്നു ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ സഹായം തേടണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കും എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ ചതിക്കുമല്ലേ അന്നേരം. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ആരും സംസാരിക്കാനില്ല, ഓക്കെ സംസാരിക്കാനില്ല. കാരണം ഇപ്പോൾ സംസാരിക്കാൻ വന്നാലും എല്ലാവരും എന്താ പറയുക, മൂവ് ഓൺ, ഇറ്റ്സ് ഓക്കെ, വിഷമിക്കണ്ട, ഇങ്ങനെയൊക്കെയല്ലേ പറയുക. അപ്പോൾ ആക്ച്വലി നമുക്കതായിരിക്കില്ല കേൾക്കേണ്ടത്. ചില സമയത്തുണ്ടല്ലോ ഒരു ഹഗ്, അല്ലെങ്കിൽ പോട്ടെ സാരില്ല, അല്ലെങ്കിൽ ഒരു തലോടൽ, നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ളൊരു വിചാരമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ അന്നേരം ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. വി ഹാവ് ടു ഫൈറ്റ് വിത്ത് ദി ലാസ്റ്റ് ഔൺസ് ഓഫ് അവർ സ്ട്രെങ്ത് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം വൺസ് വി സർവൈവ് ഓൾ ദിസ് തിങ്സ്, നോ, ഓൾ ദ മെസ് ദാറ്റ് വി ആർ ഇൻ, ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഇപ്പോൾ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് യു ആർ ഗോൺ മാഡ്, വട്ടായെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് ചെറിയൊരു പനി വന്നാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട റെസ്റ്റ്, അതേപോലെ തന്നെയാണ് മനസ്സിനൊരു വിഷമം വരുന്നു. കാരണം ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വേറൊരാളാണ് എൻ്റെ ഹാപ്പിനെസ് ചിന്തിച്ചെന്ന് വിചാരിച്ചോ, ഞാൻ എൻ്റെ ഹാപ്പിനെസ് ആ വ്യക്തിയിലാണ് കണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ആ വ്യക്തി മീറ്റ് ചെയ്യണമല്ലോ, എന്നാലേ എനിക്ക് സന്തോഷം വരുള്ളൂ, എൻ്റെ മനസ്സിന് സന്തോഷം വരുള്ളൂ. അപ്പം ഞാൻ എന്താ ചെയ്യുക,
അയാൾ അത് ചെയ്യാണ്ടാവുമ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് അത് മീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് സാഡാവും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ഹാവ് ഗോൺ മാഡ് ആൻഡ് ഓൾ. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് അവർ മൈൻഡ് ഇസ് നോട്ട് ഹാപ്പി. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഹാപ്പി ആവുക. ഓക്കെ, ഇറ്റ്സ് കൈൻഡ് ഓഫ് യു വിൽ ഫീൽ എംപ്റ്റി. യു വിൽ ബി ലൈക്ക്, ഞാൻ എന്തിനെങ്ങനെ ജീവിക്കണേ, അല്ലെങ്കിൽ ഞാൻ എന്തല്ല ഇങ്ങനെയായിപ്പോയേ, എനിക്ക് എന്താ പറ്റിയേ, എന്നാലും പ്രശ്നമാണോ, ഇങ്ങനെയൊക്കെ കുറേ തോട്ട്സ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ആ തോട്ട്സിലൊക്കെ എവിടെയെങ്കിലും ഒരു ഹോപ്പ് നിങ്ങൾക്ക് കാണും. ഇപ്പോൾ ഹോപ്പില്ല, ചില സമയത്ത് യു ഗോ ഹോപ്പ്ലെസ്. ഒക്കെ അപ്പം പാട്ട് കേൾക്കുക. എനിക്ക് പക്ഷെ പാട്ട് കേൾക്കുന്ന ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പാട്ട് കേൾക്കാറില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എഴുതുന്നത് മാത്രമായിരുന്നു ഇഷ്ടം. അപ്പം ഞാൻ എഴുതാൻ തുടങ്ങി. നിങ്ങളിൽ പലർക്കും പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അങ്ങനെ കുറേ കഴിവുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ തിരഞ്ഞെടുത്ത് അതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. ഒട്ടും ചെയ്യാൻ തോന്നില്ല, ഐ നോ ദാറ്റ്. അത് നമുക്ക് തോന്നില്ല ഒന്നും ചെയ്യാൻ. പക്ഷേ ഇപ്പം ടി വി കാണാൻ ഇഷ്ടമാണെങ്കിൽ ടി വി കാണുക. ഓക്കെ, ടി വിയിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ, നല്ലത്, ചീത്തയല്ല, നല്ലത്. അതായത് നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ. അല്ലെന്നുണ്ടെങ്കിൽ ഗാർഡനിങ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ഇപ്പോൾ പാട്ട് പാടുക, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക, അതൊക്കെ ബ്രഷപ്പ് ചെയ്തെടുക്കുക. കവിത എഴുതുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, കഥ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഞാനാണോ അത് ചെയ്തേ, അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവും. ഇറ്റ് ഗീവ്സ് യു ഹാപ്പിനെസ്. ഇപ്പം ഞാൻ എഴുത്ത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ എഴുതി വന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോഴത്തേക്കും, ഇതൊരു 3-4 വർഷം മുന്നേ കേട്ടോ, ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സമയമില്ല. ആണെങ്കിൽ ഈ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ, അല്ലെങ്കിൽ ട്രാഫിക്കിൽ കിടന്നതൊക്കെ ഞാൻ ചെറുതായിട്ട് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കഴിവ് കണ്ടുപിടിച്ചു. വരയ്ക്കുക, അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുക, ഇതൊക്കെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എന്നെക്കൊണ്ടും ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളേതായിട്ടൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം വരും. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് എത്ര സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്തൊരു കാര്യം കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും. അപ്പം ദൈവത്തെ ഓർത്ത് പ്ലീസ് 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 നിങ്ങളെ തന്നെ എന്താ പറയുക, പറഞ്ഞു പഠിപ്പിക്കുക. അതായത് നമ്മളെക്കൊണ്ട് ഇത് പറ്റും, വി ആർ ഫൈറ്റേഴ്സ്. എന്നെപ്പോലെ കുറേ പേരുണ്ട് ഈ ലോകത്ത്, ഒത്തിരി കഷ്ടപ്പെടുന്നതും ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരും. പക്ഷെ അവരൊക്കെ ദേ ആർ നോട്ട് ഗിവിങ് അപ്പ്. കാരണം ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ എന്നെക്കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് പറ്റും. കാരണം എന്താണെന്നറിയോ, ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് എനിക്കൊന്നും അറിയത്തില്ല, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഷുവറായിട്ടും പറ്റും. നമ്മളെല്ലാവരെ കൊണ്ടും പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെച്ചാൽ എന്താ ചെയ്യേണ്ടത്? നേരെ പോയിക്കോ, പേപ്പർ എടുക്കുമോ, പേന എടുക്കുമോ, അല്ലെങ്കിൽ എന്താ പറയുക, പഴയ കാർഡ്ബോർഡ് പേപ്പേഴ്സ്, ഒരു ഗ്ലൂ, ഒരു സിസേഴ്സ് ഒക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് വിഷമമാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഇനിയിപ്പോൾ ആരോടെങ്കിലും സംസാരിച്ചാലേ ഒക്കത്തോളം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്രയും വിശ്വാസമുള്ള ഒരാളെ കണ്ടുപിടിച്ച് സംസാരിക്കുക. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിൽ പോയിട്ട് റൂം അടച്ചിടുക, നേരെ മുകളിലോട്ട് നോക്കി സംസാരിക്കുക. ഞാൻ റിലീജിയസ് പേഴ്സൺ അല്ല, ഞാൻ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ല പറയുന്നത്. ഓക്കെ, പക്ഷേ നമുക്കറിയാൻ പറ്റും അങ്ങ് ദൂരെ ഒരാൾ ഇരിപ്പുണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ചിലപ്പം ഇന്ന് നടക്കില്ല, ഒരാഴ്ചയിൽ നടക്കില്ല, ചിലപ്പോൾ ഒരു മാസത്തിൽ പോലും നടക്കില്ല, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. ബട്ട് സ്റ്റിൽ യു വിൽ ഗെറ്റ് ഇറ്റ്. സോ പ്ലീസ്, സുസൈഡിങ് ഇസ് നോട്ട് എൻ ഓപ്ഷൻ. ഓക്കെ, അങ്ങനെ വിചാരിക്കരുത്. കാരണം അങ്ങനത്തെ ഒരു വിചാരം വന്നു കഴിഞ്ഞാൽ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ഇസ് ഓൾസോ ടഫ്. പക്ഷെ യു ഹാവ് ടു ഫൈറ്റ് ആൻഡ് ഐ നോ യു ക്യാൻ ഡു ഇറ്റ്. ഐ ഹോപ്പ് എവ്രിബഡി ബി ഹാപ്പി. ഓക്കെ, ബൈ, ടേക്ക് കെയർ.